സുധീര നമസ്കാരം. 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 എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? ചേലക്കരയിൽ നമുക്ക് നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ കഴിഞ്ഞു. പക്ഷേ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഈസി അല്ലല്ലോ. നമ്മൾ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിരുന്നല്ലോ. അപ്പം അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്ര പിന്നെ ഇത്രയും വോട്ടാണോ പ്രതീക്ഷിച്ചത്? പിന്നെ ഒരിക്കലുമില്ല. ഞാനൊരു 10-25,000 വോട്ടോളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ അവിടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ മോശമായ ഒരു ക്യാമ്പയിൻ നടത്തി. സുധീറിന് വോട്ട് ചെയ്ത് സുധീറിന് വോട്ട് ചെയ്താൽ അവിടെ BJP ജയിക്കും എന്നൊരു മെസ്സേജാണ് അവർ കൊടുത്തത്. അങ്ങനെ ഒരു മെസ്സേജാണ് അവർ പാസ് ചെയ്തത്. അപ്പം അത് തീർച്ചയായും അവിടുത്തെ ജനങ്ങളത് BJP ജയിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാതിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ വയനാട് ഇപ്പോൾ ഒരു ജാഥ തുടങ്ങിയിരിക്കുകയാണല്ലോ. ജനകീയ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. വന നിയമ ഭേദഗതിക്കെതിരെയുള്ളൊരു ജനകീയ യാത്ര. ഞാൻ അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ വയനാട്ടിലുണ്ട്. കാരണം സത്യത്തിൽ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് ഒക്കെയാണ് ഇങ്ങനൊരു ഒരു സമരം ആരംഭിക്കേണ്ടത്. അത് അവരെന്തുകൊണ്ടോ അതിനേക്കാൾ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കണം പോലെ തോന്നില്ല. അപ്പോൾ അവിടെയാണ് ഈ അൻവർ MLA പ്രത്യേകത. അദ്ദേഹം എന്നും ജനങ്ങൾക്കൊപ്പമാണ്. ഇവിടുത്തെ പാവപ്പെട്ടവരുടെ കൂടെയും കർഷകരുടെയും കർഷകത്തൊഴിലാളികളുടെയും എല്ലാവരെയും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ വനമേഖലയെ സംബന്ധിച്ചിടത്തോളം കണക്കെനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും നിരവധി ആൾക്കാരാണ് ഈ വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞിട്ടുള്ളത്. ഇതിനൊരു പരിധി വേണ്ടേ? ഇതിനൊരു കൺട്രോൾ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? ഇത് ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ല. വികസിത രാഷ്ട്രങ്ങളിലൊക്കെ വന്യജീവി ആക്രമണം അത്ര വലിയതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതല്ല. കാരണം അവരെ ഈ വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം ഈ വന്യജീവി വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരെ സ്ലൂട്ട് ചെയ്യാനും അതുപോലെ അത് കൺട്രോൾ ചെയ്യാനുമുള്ളൊരു സിസ്റ്റം അവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെയൊന്നും വലിയ ഫോറസ്റ്റുള്ള രാജ്യങ്ങളാണ് കാനഡ, അമേരിക്ക വലിയ ഫോറസ്റ്റ് ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെയൊന്നും ഇതുപോലത്തെ ഇൻസിഡൻസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. കാരണം അവരത് മുൻകൂട്ടി കണ്ട് അത് കൺട്രോൾ ചെയ്യുന്നുള്ളതാണ് ഈ വന്യജീവികളെ. അതാണ് ഒരു പ്രത്യേകത ഞാൻ കണ്ടത്. പക്ഷെ ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. വന്യജീവി ആക്രമണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ജീവൻ മാത്രമല്ല പോകുന്നത്. പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർ ആശ്രയിക്കുന്ന കൃഷിഭൂമി പോലും ആന അതുപോലെ മറ്റു വന്യജീവികൾ വന്നു നശിപ്പിക്കുന്നൊരു പ്രവണത നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. കൂടെ തീർച്ചയായും ഇതിൽ കർഷകരെന്നോ കർഷകത്തോട് അങ്ങനെയൊന്നുമല്ല. ഇത് രാജ്യത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ സംസ്ഥാനം സ്നേഹിക്കുന്ന ആൾക്കാർ. കാരണം ഒരുപാട് ജീവൻ നഷ്ടപ്പെടുന്നു. അതിനെതിരെയുള്ള ഒരു മൂവ്മെൻ്റായിട്ട് ഇത് വരും. അവരുടെ കൃഷിഭൂമി മാത്രമല്ല, അവരുടെ സ്വത്തിനും ജീവനും എല്ലാം പണയം വെച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ്. എല്ലാവരും ഭയത്തിലാണ്. കാരണം ആ മേഖലയിൽ താമസിക്കുന്നവർക്കല്ലേ അതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാവുള്ളൂ. ഞാനൊക്കെ സിറ്റിയിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വന്യജീവിയുടെ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ജീവൻ പണയം വെച്ചാണ് കിടന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, മറ്റുള്ളവർക്ക് അവരുടെ ജോലി സ്ഥലങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് അവർ അഭിമുഖീകരിക്കുന്നത്. ഇതിനൊരു പരിധി വേണ്ടി അവിടെയാണ് ബഹുമാന്യനായ അൻവർ MLA പ്രസക്തി. ഇത്രയും ജനകീയ വിഷയങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുന്നു എന്നതാണ് വലിയ. ഞാൻ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഈ വന നിയമ ഭേദഗതി ബില്ലിനെ നടത്തുന്ന ജനകീയ യാത്രയ്ക്ക് എൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിലമ്പൂരിൻ്റെ MLA അദ്ദേഹം കേരളത്തിൻ്റെ MLA എന്നിപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞല്ലോ. അത്രയും വലിയ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നു. അതായത് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഏക MLA അത് അൻവറായി മാറിയിരിക്കുകയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. തുടർന്നും അൻവറിന്റെ കൂടെ എല്ലാ അടുത്ത ഇലക്ഷനൊക്കെ മത്സരിക്കാനുള്ള ചാൻസ് ഉണ്ടോ?
മത്സരിക്കേണ്ടതൊക്കെ പിന്നെ അദ്ദേഹത്തിനെ പോലത്തെ പാർട്ടിയും MLA ഒക്കെ തീരുമാനിക്കുന്നതനുസരിച്ചാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു മത്സരിക്കാൻ വേണ്ടി ഒരു അത്രയും വലിയൊരു ഇതുള്ള ഒരാളല്ല. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി എന്നെ അത്രയ്ക്കും മോശമായിട്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. പക്ഷേ അതിനുശേഷം ഉണ്ടായ കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് വേളയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ കലവറയില്ലാത്തൊരു പിന്തുണ എനിക്ക് നൽകിയിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ നിൽക്കാൻ ഉള്ളൊരു തീരുമാനം സ്ട്രോങ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. തുടർന്നും മനോഹറിന്റെ കൂടെ ഉണ്ടാവും. തീർച്ചയായും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ, എന്നെ അദ്ദേഹം പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മൂലം അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാവില്ല. നന്ദി, കുറച്ച് സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവിധ ആശംസകളും. അദ്ദേഹത്തിൻ്റെ യാത്ര വിജയിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.